കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ കൊടുങ്കാറ്റിൽ ചരിത്രവിജയം നേടി ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനത്തിന്റെ അധികാരക്കസേരയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാ കണക്കുകൂട്ടലുകളെയും അസ്ഥാനത്താക്കിയുള്ള ജനവിധിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്കാണ് ഇടതുപക്ഷം കൂപ്പുകുത്തിയിരിക്കുന്നത്. ബംഗാളിനും ത്രിപുരയ്ക്കും പിന്നാലെ സിപിഎമ്മിന്റെ നിലനിൽപ്പുതന്നെ അപകടത്തിലാകുന്ന വിധത്തിലാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലത്തെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ജനം മറുപടി നൽകിയിരിക്കുന്നത്. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും വഴി നാടിന്റെ ആത്മാഭിമാനത്തെ തകർത്തു തരിപ്പണമാക്കിയതിനുള്ള പ്രഹരം പിണറായിയും സംഘവും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ സർക്കാരിന് ജനങ്ങൾ അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയപ്പോൾ വീഴ്ചകൾ തുറന്നു സമ്മതിച്ച് തെറ്റുകൾ തിരുത്തുന്നതിനു പകരം വർഗീയ ധ്രുവീകരണത്തിലൂടെ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള നീക്കങ്ങളാണുണ്ടായത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ ഇരു കക്ഷങ്ങളിലും ചേർത്തുപിടിച്ച് കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിനു നേരെ വെല്ലുവിളി ഉയർത്തിയപ്പോൾ അതിനു മതേതര കേരളം നൽകിയ സർവശക്തിയും ഉപയോഗിച്ചുള്ള പ്രഹരമാണ് ഈ ജനവിധി. അതുപക്ഷേ ഇടതുപക്ഷത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഉരുക്കിൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരുമടക്കമുള്ള ചെങ്കോട്ടകൾ തകർന്നു തരിപ്പണമായ ആർത്തിരമ്പിയെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ആടിയുലഞ്ഞു. മന്ത്രിമാർ തോറ്റു തുന്നം പാടി. തുടർച്ചയായ 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റോടെയാണ് UDF അധികാരത്തിലേക്ക് കാലെടുത്തുവെക്കുന്നത്. 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF 35ലേക്കാണ് കൂപ്പുകുത്തിയത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് LDF അപ്രത്യക്ഷമായപ്പോൾ മന്ത്രിമാരായ വി ശിവൻകുട്ടി, പി രാജീവ്, MV രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹിമാൻ, KV ഗണേഷ് കുമാർ എന്നിവർ പരാജയത്തിന്റെ കയ്പുനീററിഞ്ഞു. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും നിലം തൂട്ടില്ല. LDF കൺവീനർ TP രാമകൃഷ്ണനെ പീരാമ്പ്രയിൽ കശക്കിയെറിഞ്ഞ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയ ചരിത്രത്തിലാദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമെന്ന ചരിത്രത്തിലേക്ക് നടന്നുകയറുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്കു മാത്രമാണ് മന്ത്രിമാരിൽ ജയിക്കാനായത്. 64 സീറ്റുകളോടെ കോൺഗ്രസ് സമീപകാലത്തെ മികച്ച പ്രകടനവും 22 സീറ്റുകളോടെ മുസ്ലിം ലീഗും പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കേരള ചരിത്രത്തിലെ എക്കാലത്തെയും റെക്കോർഡ് നേട്ടത്തോടെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ 5 സാരഥികൾ 500,000-ഉം 9 പേർ 1,00,000-ഉം പിന്നിട്ട ഭൂരിപക്ഷമാണ് നേടിയിരിക്കുന്നത്. പാലായിലടക്കം തോറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വട്ടപൂജ്യമായപ്പോൾ ജോസഫിന്റെ കേരള കോൺഗ്രസ് 8 മത്സരിച്ച് 7 ജയിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയായി. CPI 17 നിന്ന് 9 ചുരുങ്ങി. 3 സീറ്റുകളോടെ RSPയും ഓരോ വീതം സീറ്റുകൾ നേടി കേരള കോൺഗ്രസ്, ജേക്കബ്, CMP എന്നീ പാർട്ടികൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സാന്നിധ്യമറിയിച്ചു. RJD കൂത്തുപറമ്പും KK രമ വടകരയും പാല മാണി C കാപ്പനും നിലനിർത്തി. കനത്ത പരാജയത്തിനിടയിൽ G സുധാകരൻ അടക്കമുള്ള വിമതർ നേടിയ വിജയം CPMന് ശക്തമായ തിരിച്ചടിയായി തീർന്നിരിക്കുകയാണ്. പാർട്ടി കോട്ടകളിലായിരുന്നു വിമതരുടെ വിജയം. അമ്പലപ്പുഴയിൽ G സുധാകരനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്ററുമാണ് UDF സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ചത്. അരനൂറ്റാണ്ടിനു ശേഷം കാസർകോടും 20 വർഷത്തിന് കോഴിക്കോടും വിജയിക്കാനായെന്നതും കോൺഗ്രസിന് ഇരട്ടി മധുരമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണ ആയുധം പിണറായി വിജയനായിരുന്നു. ദൃഷ്ടി പതിയുന്നിടത്തൊക്കെ ഭീമൻ ഹോർഡിങ്ങുകൾ മുതൽ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരെ പിണറായി വിജയൻ മാത്രം നിറഞ്ഞു നിന്നു. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും കുറവു സീറ്റുകൾ നേടി CPM പരാജയത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അതിന്റെ പ്രഥമ ഉത്തരവാദി പിണറായി വിജയനാണെന്നതിൽ രണ്ടഭിപ്രായത്തിനിടമില്ല. ബംഗാളിലും ത്രിപുരയിലുമെല്ലാം പ്രതിപക്ഷത്തുപോലുമില്ലാതെ CPM ദുർബലമാക്കപ്പെട്ടപ്പോൾ കനലൊരു തരി മാത്രമായി നിലകൊണ്ടത് കേരളമായിരുന്നു. ആ കേരളത്തിലും തിരിച്ചുവരാനാകാത്ത വിധത്തിലുള്ള പരാജയമാണ് CPMന് സംഭവിച്ചിരിക്കുന്നത്.